Watch full episodes on Jio Hotstar. നോക്കൂ എന്റെ പുതിയ സ്റ്റൈൽ എന്നെ കണ്ടാലായിട്ടില്ലേ നിന്റെ മുടിയിൽ എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ എന്റെ മുടിയെ കുറിച്ചല്ല എന്റെ പുതിയ സ്റ്റൈലിനെ കുറിച്ചല്ലേ പറഞ്ഞത്. സ്റ്റൈൽ നോട്ട് മൈ ഹെയർ സ്റ്റൈൽ. വളരെ നന്നായിട്ടുണ്ട് ഹാപ്പി. നിന്റെ ഈ പുതിയ ടീഷർട്ട് എല്ലാം കടിച്ചിട്ട്. എനിക്കറിയാം ഹാപ്പി എന്തായാലും കുളിച്ചു കാണും, അതും ഒരു കൊല്ലം കഴിഞ്ഞ് ചപ്പാത്തി പരത്തും പോലെ. ഞാൻ ലാസ്റ്റ് ഇയർ കുളിച്ചതല്ലേ, അതിനെ കുറിച്ചല്ല. ഇത് കാണ്, ഇത് അയ്യോ, ഞങ്ങള് നിന്നെ ചുമ്മാ കളിപ്പിച്ചതല്ലേ ഹാപ്പി. ഞങ്ങൾ എല്ലാവരും കണ്ടായിരുന്നു നിന്റെ പുതിയ ഷൂസ്. അല്ലേ അല്ലേ? അതെ, ഞാനാണ് ആദ്യം കണ്ടത് മീശ വിരിച്ചിട്ട്. ആ കടക്കാരൻ ഇതിനെ കുറിച്ച് പ്രശംസിച്ച് പറഞ്ഞത് കേട്ടപ്പോ തന്നെ ഇത് വാങ്ങാതിരിക്കാൻ തോന്നിയില്ല. 200 ഭൂത കറൻസി എണ്ണി കൊടുത്തതിന് ശേഷം കടക്കാരൻ എനിക്ക് ഷൂ തന്നെ. ഒരു ഷൂവിന് വേണ്ടി അയ്യോ, ഞാൻ അടുത്തേക്ക് വന്നിട്ട് ഷൂ കാണിച്ചു തരാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവൂ. ഹാപ്പി എന്റെ ഹാപ്പി, നിന്റെ ഭൂത മാജിക്കിന് നിന്റെ എന്ത് പറ്റി? ആദ്യം നീ താഴെ വീണു, പിന്നെ മതിൽ പോയി അടിച്ചും താഴെ വീണു. എല്ലാവരുടെ ഭക്ഷണവും താഴെ തട്ടിക്കളഞ്ഞു. ഇനി ബ്രേക്ക്ഫാസ്റ്റിന് ഷൂ ആണോ കഴിക്കാൻ പോകുന്നത്? അതെ അങ്കിൾ, ഹാപ്പി കുറച്ചധികം ഹാപ്പിയാ പുതിയ ഷൂസ് വാങ്ങിയതുകൊണ്ട്. വരൂ ഹാപ്പി, നമുക്ക് പുറത്തു പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇവിടത്തെ അന്തരീക്ഷത്തിന് കുറച്ച് ചൂട് കൂടുതലാ. എനിക്ക് തോന്നുന്നു എന്റെ ഷൂ വളരെ ലക്കിയാണെന്ന്. നോക്ക്, എനിക്ക് ഗിഫ്റ്റും കൂടി കിട്ടിയല്ലോ. ആദ്യമായിട്ടായിരിക്കും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഭൂതം ഒരു ഒറിജിനൽ ഭൂതത്തെ പേടിപ്പിക്കുന്നത്. ഈ ഹാപ്പിയോടെ കളിക്കുന്നത് ആരാണിത് ചെയ്തത്? ചന്തുദേ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. നീ ചിരിക്കുമല്ലേ? ചിരിക്കുമെങ്കിൽ പെട്ടുപോനെ നീ. വീടില്ല, ഞാൻ പകരം ചോദിച്ചിരിക്കും. പകുതിയായിട്ടല്ല, മുഴുവനായിട്ടും. വാ, ഈ തലയോട്ട് കണ്ടപ്പോ എന്റെ തലയില് ഒരു ഉഗ്രനൈഡി ഉദിച്ചിട്ടുണ്ട്. വാടാ. ഈ ബോക്സ് എങ്ങനെ ഇവിടെ എത്തിയത്? അങ്ങനെ ഈര ചൂണ്ട കോത്തി. ചെക്കന് പറ്റൂ. എന്നെ എങ്ങനെ കാണാൻ സാധിക്കും? ഞാൻ ഇൻവിസിബിൾ അല്ലേ? ചിണ്ടുപിട്ടു, നിങ്ങൾ ആ ആപ്പിയെ പോയി വേഗം പിടിക്ക്. ഞാൻ പറന്നു പോയവർക്ക് എന്നെ പിടിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പറന്ന് ഞാനങ്ങനെ വെള്ളത്തിൽ പോയത്. ഒരുപാട് പൊങ്ങി പറക്കാൻ നോക്കിയതല്ലേ? സ്കെലട്ടൻ രൂപത്തിലാകാതിരുന്നത് എന്തൊക്കെയാ സംഭവിക്കുന്നേ? ഹാപ്പി, നീ എന്നിൽ നിന്ന് രക്ഷപ്പെട്ട് എങ്ങോട്ടാണ് പോവാൻ പോകുന്നേ? അയ്യോ, പണിയാവും. ഓടിക്കോ മാമേ. എന്നെ കണ്ട് പേടിച്ചു പോയല്ലേ? നിന്നെ കണ്ടിട്ട് പേടിച്ചോടിയതല്ല ഹാപ്പി, നിന്റെ പുറകിലേക്ക് നോക്ക്. ഞാൻ ഉണങ്ങി കഴിഞ്ഞ് പിന്നാക്കി ഇൻവിസിബിൾ ഫോമിലല്ലേ. ബുള്ളിന് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. വാ വാ വാ, ഞാൻ ഇവിടെ തന്നെ നിപ്പുണ്ട്. വാ. നീ എന്തിനാ അപകടം ക്ഷണിച്ചു വരുത്തുന്നേ? ഹാപ്പി, നിനക്കെന്ത് ഭൂതങ്ങളുടെ അസുഖം പിടിപെട്ടിട്ടുണ്ട്. നിന്റെ ഭൂത മാജിക് പവേഴ്സ് വർക്ക് ചെയ്യുന്നില്ല. അയ്യോ, എന്റെ കാലേ. മമ്മി, ഇതെന്താ? ഞാൻ ശരിക്കും ഒരു മനുഷ്യനായി മാറിപ്പോയോ? നമുക്ക് വീട്ടിലേക്ക് പോവാം ഹാപ്പി. നിന്റെ അസുഖം ചികിത്സിച്ചേ മതിയാകൂ.
ഈ അസുഖത്തിന്റെ കാരണം എന്തായിരിക്കും? ഇനി ഹാപ്പി എങ്ങാനും ആന്റിയുടെ വഴുതനങ്ക പായസവും ചുരക്കയുടെ വടയും കഴിച്ചു കാണുമോ? അതോ ഇനി പാവക്കയുടെ ലസ്സി വല്ലതും? എന്റെ ഭക്ഷണം കഴിച്ചിട്ട് ആർക്കും ഇതുവരെ ഒരു അസുഖവും പിടിച്ചിട്ടില്ല. അതിന് ഞാൻ രാവിലെ മുതൽ വഴക്ക് കേട്ടല്ലാണ്ട് ഒരു ഭാഗം കഴിച്ചിട്ടില്ലല്ലോ. വേറെ എന്തോ ഒരു കുഴപ്പമുണ്ട്. അയ്യോ ഇതെന്താ? ആളുകൾക്ക് ദേഷ്യം വരുമ്പോ ചോക്കൊന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഹാപ്പി ഇവിടെ ഒരു കാര്യമില്ലാതെ കളർ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അസുഖം കൂടിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് മരുന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. എല്ല് കടിച്ചിട്ട്. നിന്റെ നാനിയുടെ കുറച്ച് പൊടിക്കൈകളുണ്ട്, അതൊന്ന് ട്രൈ ചെയ്യാം. ചപ്പാത്തി പരത്തും പോലെ. മണ്ണിന്റെ മാസ്ക് എന്തായാലും ഫലം ചെയ്യും. അത് വേണ്ട, എന്റെ കയ്യിലുണ്ട് ഒരു സ്പെഷ്യൽ മരുന്ന്. ഇവനൊരു ബലൂൺ പോലെ വീർത്ത് പൊങ്ങിപ്പോയല്ലോ. ഇനി എങ്ങോട്ടായി പൊങ്ങി പോന്നേ? നിന്റെ കാറ്റഴിച്ചൂടാ. ഇനി എന്ത് ചെയ്യും? ഈ ചുവന്ന മുളക് ചിലപ്പോ പ്രയോജനം ചെയ്യും. ഹാപ്പിയുടെ എക്സ്റേ ഒന്ന് എടുത്തു നോക്കാം. തീർച്ചയായും എല്ലിന്റെ എന്തോ കുഴപ്പം വരും. ഇവന് പാവയ്ക്കയുടെയും മുളകിന്റെയും നാരങ്ങയുടെയും കഷായം കൊടുക്കാം. അത് ശരിയാണ്. പക്ഷെ ഈ ഹാപ്പി എവിടെ പോയി? അതാ പോണു. എടാ അവിടെ നിൽക്ക് ഹാപ്പി. ഈ കഷായം കുടിക്ക് ഹാപ്പി, നിന്റെ അസുഖം എല്ലാം മാറും. നമുക്ക് അസുഖത്തിന് കാരണം കണ്ടുപിടിച്ചേ പറ്റൂ. എന്നാൽ മാത്രമേ ശരിയായി ചികിത്സിക്കാൻ പറ്റൂ. ആന്റി, ഈ ഭൂതങ്ങൾക്ക് അസുഖം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാ? അതെ, ഒരുപാട് കാരണങ്ങളുണ്ട് പിന്നാക്കി. പുറത്തുനിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ടാവാം, അല്ലെങ്കിൽ പിന്നെ ചില സാധനങ്ങൾ തൊട്ടത് കൊണ്ട് വരാം, പിന്നെ എന്തെങ്കിലും തരികട സാധനങ്ങൾ ധരിച്ചാലും വരാം. ഈ ഷൂസ് എനിക്കറിയാം നിനക്ക് ഇഷ്ടപ്പെടുന്നു. എന്താ നല്ലതല്ലേ? അല്ല, ഇതിൽ നിന്ന് എന്തോ മൂളുന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഇതിനകത്ത് എന്തോ കൃമികളുള്ള പോലെ. നീ ഇത് ഇട്ടത് മുതൽ നിനക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങൾ സംഭവിക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം ഇത് തന്നെയായിരിക്കും. നീ പറഞ്ഞത് ശരിയാണ് മിനാക്കി. ഈ ഷൂസ് ധരിച്ചത് മുതൽ ഹാപ്പി അൺഹാപ്പി ആയി മാറിയിരിക്കുന്നു. തീർച്ചയായും ഇത് വേറെ ഏതെങ്കിലും രോഗിയുടേതായിരിക്കും. സെക്കൻഡ് ഹാൻഡ് സാധനമായിരിക്കും ഭൂതമാളിലെ പണക്കൊതിയും കടക്കാരൻ നിനക്ക് തന്നത്. അതുകൊണ്ടായിരിക്കും ഹാപ്പി മനുഷ്യന്മാരെ പോലെ ബിഹേവ് ചെയ്തത്. എല്ലാം അടിച്ചിട്ട് ഷൂസ് അടിച്ചുകളാ. അതെന്താ രണ്ടും വേഗം ഊരിക്കോ. അയ്യോ, ഇത് എന്താ അഴിക്കാൻ പറ്റാത്തത്? വരൂ ബബ്ലി, ഇനി നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ആ കടക്കാരന് മാത്രം ഇത് അഴിക്കാൻ സാധിക്കുന്ന തോന്നുന്നത്. ഡരാവനമാളി പോയി ഈ ഷൂ തിരികെ കൊടുക്കാം. പിനാക്കി, നിനക്ക് ഇങ്ങനെ പോകാൻ സാധിക്കില്ല. നിനക്കൊരു ഭൂതമായി മാറേണ്ടി വരും. അതുപോലെ തന്നെ ഹാപ്പിക്കും. കാരണം ഹാപ്പി ഇപ്പൊ ഒരു മനുഷ്യനായി മാറിയിരിക്കുക. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഭൂതമായിട്ട് പോലും ഭൂതമാകാൻ വേണ്ടി മേക്കപ്പ് ഇടേണ്ടി വരുമെന്ന്. ചീത്ത ഷൂ ആയത്. ചീത്ത 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 ചീത്ത. ഹാപ്പി, ആ ഷോപ്പ് എവിടെയാ? ആ പിന്നാക്കി ഇപ്പൊ തന്നെ കാണിച്ചു തരാം. ആ ഷൂ സ്റ്റോറിൽ. എന്നാ വരൂ, പോയി നോക്കാം. അങ്കിൾ, ഞാൻ ഈ ഷൂസ് തിരിച്ചു തരാൻ വന്നതാ. ഈ ഭൂതമാളിൽ വിറ്റതൊന്നും തിരിച്ചെടുക്കത്തില്ല. ഇതിട്ട് പഴകിയതല്ലേ, ഇനി ആരിത് വാങ്ങാനാണ്? ഓക്കേ. ഇനി ഞാൻ എങ്ങനെ ശരിയാവും? ഇവര് വിറ്റ സാധനം തിരിച്ചെടുക്കത്തില്ലെന്ന്. എന്തെങ്കിലും ഐഡിയ ഉപയോഗിക്കേണ്ടി വരും. ഗപ്പു അവന്റെ ഭൂത മാജിക് ഉപയോഗിച്ച് നിന്നെ പറക്കാൻ സഹായിക്കും. വെരി ഗുഡ് ഐഡിയ പിനാക്കി. ഗപ്പു, ഇവിടെ നിന്നാണ് എന്റെ ഷൂ വാങ്ങിയത്. ഈ ഷൂസ് എന്താങ്കിളുടെ ഷൂസ് എല്ലാം അടിപൊളിയാണ്. എനിക്ക് കൂടുതൽ പവേഴ്സ് കിട്ടിയിരിക്കുന്നു. അത് ഞാൻ ഉള്ളിൽ നിന്ന് അനുഭവിച്ചോണ്ടിരിക്കുകയാണ്. വളരെയധികം അനുഭവിച്ചോണ്ടിരിക്കുകയാണ്. അതെ, ഞാൻ അനുഭവിക്കുകയാണ്. അങ്കിൾ, എനിക്കും ഇതേപോലെ ഒരു ഷൂസ് തന്നെ വേണം. ഇതിന് എത്ര വിലയാണെന്ന് പറയൂ. ആദ്യം എനിക്ക് തന്നെ വേണം. അല്ല, എനിക്ക് ആദ്യം വേണം. എനിക്ക് എന്തായാലും വേണം. എനിക്ക് വേണം ആ ഷൂസിന്റെ പവർ. നിങ്ങൾക്ക് എന്ത് പവറാ കിട്ടിയത് ഈ ഷൂസ് ധരിച്ചിട്ട്? ആദ്യം അവന് ടെറസിൽ പോലും പറന്നെത്താൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ അവൻ പോയി മൂൺ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. മൂന്ന് പറയോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ,
ഇവനിപ്പോ ഓന്തിനെ പോലെ നിറമാറാനും പറ്റുന്നുണ്ട്. അത് ഈ ഷൂസ് കാരണമാ. പിന്നെ ഇന്ന് രാത്രി അവൻ സണ്ണിലും പോകുന്നുണ്ട്. കാരണം പകല് സൂര്യന് നല്ല ചൂടായിരിക്കുമല്ലോ. മാർസിൽ പോവാൻ പ്ലാൻ ഉണ്ട്. പിന്നെ ജൂപ്പിറ്റർ, പിന്നെ മിൽക്കി വേ മുഴുവൻ. അങ്ങനെ അവൻ ഭൂതവേൾഡിലെ ഏറ്റവും പവർഫുൾ ഭൂതമായി മാറും. ഞാൻ ഇവർക്ക് ഡിഫക്റ്റീവ് നോ പവർ ഷൂസ് ആണെന്ന് വിചാരിച്ചിട്ടാ ഇത് വിറ്റത്. പക്ഷേ ഈ ഷൂസ് എന്നെ ഏറ്റവും പവർഫുൾ ആയ ഭൂതമാക്കി മാറ്റും. ഒന്ന് തരൂ, ഞാനതൊന്ന് നോക്കിക്കോട്ടെ. ഇത് ഏത് കമ്പനിയുടേതാണെന്ന് നോക്കാനാ. എനിക്ക് നല്ല ഓർമ്മ കിട്ടുന്നില്ല. ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ, എന്നിട്ട് വേറെ പേരെടുത്തു തരാം. അങ്ങനെയാണെങ്കിൽ അങ്കിൾ അഴിച്ചിട്ട് നോക്കിക്കോളൂ. ആ തീർച്ചയായും, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഓൾ ദി ബെസ്റ്റ് ഹാപ്പി. ഇനി എന്തായാലും അയച്ചിട്ടുള്ളൂ വേറെ കാര്യം. പവറുള്ള ഷൂസ് കിട്ടിപ്പോയി. ഹേയ്, ഞാൻ തിരിച്ചു വന്നു. ഇനി ഞാനും മൂന്നിൽ പോകും. അങ്കിൾ താങ്ക് യു. ഞങ്ങൾ ഈ ഷൂസ് തിരികെ തരാൻ വേണ്ടിയാ വന്നത്. അങ്കിൾ ഇവനെ ചീറ്റ് ചെയ്തല്ലേ, അതുപോലെ ഞങ്ങളും അങ്കിളിനെ തിരിച്ച് ചീറ്റ് ചെയ്തെന്ന് വിചാരിച്ചാ മതി. അങ്കിൾ, ഈ ഷൂസ് പവർ തരികയല്ല, പവർ തിരിച്ചെടുക്കുകയാണ്. ഡോണ്ട് വറി, ബി ഹാപ്പി. അതെ, ഇപ്പോൾ നിങ്ങൾ പവർലെസ് ആയി പോയി. മനസ്സിലായോ? എല്ലു കടിച്ചിട്ട്. നിൽക്കൂ, വേണ്ട. Watch India's largest kids library only on Jio Hotstar. Download the app now.